ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. എങ്ങനെയുണ്ട്? മഴയൊക്കെ എല്ലായിടത്തും മഴയൊക്കെ അല്ലേ? ഇവിടെയും മഴയാണ്. അതുകൊണ്ട് കുറച്ച് വീഡിയോ എടുക്കാനായിട്ടൊക്കെ കുറച്ച് പ്രയാസം വന്നു. കാരണം ഇടയ്ക്ക് ഞാനൊന്ന് ഹോസ്പിറ്റലിലൊക്കെ ആയി, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ ഒന്ന് താമസിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സാരികളാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. ഇന്നത്തെ കളക്ഷൻസ് കുറച്ച് സാരികളാണ് കാണിക്കുന്നത്. അത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലുള്ള സാരികളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അത് കാണിക്കുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നും കൂടെ ഓർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. പക്ഷെ എന്നാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടണം. എന്നാലാണ് എനിക്കിപ്പോൾ ഡെയിലി വീഡിയോ ഒക്കെ ഇടുമ്പം വാങ്ങിക്കാൻ ആൾ വേണ്ടേ. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട് ആളുകൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും അഫോർഡബിൾ റേറ്റിലുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. വലിയൊരു മാർജിനൊന്നും ഇല്ലാതെയാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങളെല്ലാ ചാനലൊക്കെ കാണുന്നവരല്ലേ. പിന്നെ ഇനി പ്രീമിയം കളക്ഷനും 1-2 ഇരിപ്പുണ്ട്. അപ്പോൾ അത് വേണ്ടവരും ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെയും കൺസിഡർ ചെയ്തിട്ട് പ്രീമിയം റേഞ്ചിലുള്ളത് ഞാൻ 1-2 കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാണിക്കുന്നത് അഫോർഡബിൾ റേറ്റിലുള്ള സാരികളാണ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. എല്ലാ റേറ്റിലുള്ളതും ഞാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോകാം. എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാം. വാട്സാപ്പ് നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്, വീഡിയോയുടെ താഴെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഏത് സാരിയാണ് വേണ്ടത്, കുറച്ച് സാരിയേ ഉള്ളൂ കേട്ടോ. അപ്പം അതിനകത്ത് ഏത് സാരിയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. ഇന്ന് കാണിക്കുന്നത് ഈ ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന സാരികളാണ്. അതിനകത്ത് പോച്ചമ്പള്ളി ഡിസൈൻ വരുന്ന സാരികളാണ്. പോച്ചമ്പള്ളി ബോർഡറും അങ്ങനെയൊക്കെ വരുന്ന സാരികളാണ്. 2 റേറ്റിലുള്ള സാരികളുണ്ട്. അത് ഞാൻ ഓരോന്നും കാണിക്കുമ്പം പറയാം കേട്ടോ. പോച്ചമ്പള്ളി നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ്, എപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്ന സാധനമാണ് പോച്ചമ്പള്ളി സാരി എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് പോച്ചമ്പള്ളി എന്ന് പറഞ്ഞാൽ. എവിടെ നിന്നുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. അത് ആന്ധ്രയിലെ പർട്ടിക്കുലർ ഡിസൈനാണ് പോച്ചമ്പള്ളി എന്ന് പറയുന്നത്. അതിനകത്ത് വളരെ റേറ്റ് കൂടി സിൽക്കിനകത്തും പട്ടിനകത്തും എല്ലാം വരുന്നുണ്ട്. ഇതൊന്നുമല്ല, ഇത് ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലായിട്ടുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. ഹാൻഡ്ലൂം സിൽക്കിലാണ് വരുന്നത്. കാണിച്ചു തരാം ഓരോന്നായിട്ട്. അപ്പോൾ ആദ്യത്തെ സാരി ഇതാണ് വരുന്നത്. ഫസ്റ്റ് സാരി ഇതാണ്. സാരി വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി പോർഷനാണ് കേട്ടോ ഈ കാണുന്നത്. മുന്താണി ഇങ്ങനെ വരും, പോച്ചമ്പള്ളി ഡിസൈൻ വരും. അതിൻ്റെ അരികത്ത് ഒരു ചെറിയ കസവിൻ്റെ കര വരും. അതുപോലെ തന്നെ സൈഡിലെ ബോർഡറായി കാണുന്ന, താഴെ മുകളിലും 2 സൈഡിലും വരുന്ന ബോർഡറായി കാണുന്ന കസവിൻ്റെ കര വന്നിട്ടുള്ള ബോർഡറാണ്. ടാസൽസ് ഒക്കെ ഉണ്ട്. ഇത് മുന്താണി പോർഷനാണ് കാണുന്നത്. മുന്താണി പോർഷനിലാണ് ഈ പോച്ചമ്പള്ളി ഡിസൈൻ വരുന്നത്. ഞാൻ സാരി നിവർത്താം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഇതാണ് സാരിയുടെ മുന്താണിയായി കാണുന്നത്. മുന്താണി ഫുള്ള് ഇതായി ഇങ്ങനെ വരും. ഇതാണ് മുന്താണി. ഹാൻഡ്ലൂം സിൽക്കാണ് കേട്ടോ സാരി വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. മുന്താണിയിൽ ഫുള്ള് ഗ്രീൻ ബോർഡർ, അവിടെ അത് തുമ്പത്തായിട്ട് വരും. ടാസിൽസ് വരും. അതിൻ്റെ ഇപ്പുറത്തേക്കാണ് ഈ പോച്ചമ്പള്ളി ഡിസൈൻ വരുന്നത്. ഒരു മെറൂൺ കളറും ലൈറ്റ് ഒരു എന്താ പറയേണ്ടത്, യെല്ലോയിഷ് എന്ന് പറയാൻ പറ്റും, ഒരു ബിസ്ക്കറ്റ് കളർ എന്ന് പറയാം. മെറൂണും ബിസ്ക്കറ്റ് കളറും റെഡും ബ്ലാക്കും പിന്നെ ഒരു ലൈറ്റ് ആഷും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു കളറാണ്. 2 സൈഡിലും ഇതുപോലെ കസവിൻ്റെ കര വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മുന്താണി പോർഷൻ വരുന്നത്. ഇങ്ങനെ വരും മുന്താണി. പിന്നെ മുന്താണിയുടെ 2 സൈഡിലും കാണാമല്ലോ കര വരുന്നുണ്ട്. ഇതാ നോക്കിക്കോളൂ, കസവിൻ്റെ കര വരുന്നുണ്ട്. ഇതാണ് മുന്താണിയുടെ 2 സൈഡിലും കര വരും. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ പോർഷനായി കാണുന്നത്, ഉള്ളിലെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ബോഡി പാർട്ടിനകത്ത് ഡിസൈൻ ഒന്നും വരുന്നില്ല. മുന്താണി പോർഷനിൽ മാത്രമാണ് ഇതിൻ്റെ ഈ ഡിസൈൻ വരുന്നത്. മുന്താണി പോർഷനില്ല. ബോഡി പാർട്ട് എന്ന് വരുമ്പോൾ ഇങ്ങനെ പ്ലെയിനായിട്ട് വരും. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരുന്നത്. ഇങ്ങനെ വരും പ്ലെയിൻ, ഒരു ഗ്രീൻ കളറിനകത്ത്. അധികം അങ്ങോട്ട് എടുത്ത് കുത്തുന്ന ഗ്രീനല്ല, പാകത്തിന് നല്ലൊരു ലുക്കിൽ നിൽക്കുന്ന നല്ലൊരു ഗ്രീൻ കളറാണ്. അതിനകത്ത് ഇങ്ങനെ 2 സൈഡിലും ബോർഡറൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. ഞാൻ മുന്താണി പുറകിലേക്ക് ഇട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിനകത്ത് ബ്ലൗസ് പീസ് വരുന്നുണ്ട് കേട്ടോ. ബ്ലൗസ് പീസ് ഇത് റണ്ണിങ് ബ്ലൗസ്, അത് ഇതാ ബ്ലൗസ് പീസ് വരുന്നത്. അങ്ങനെയാണ് സാരിയുടെ ലുക്ക് വരുന്നത്. എറിഞ്ഞു കുത്തിയൊക്കെ കൊടുത്ത്
ഒക്കെ ഉടുത്ത് വരുമ്പോഴാണ് സാരിയുടെ ഭംഗി കിട്ടുന്നത്. നമ്മളിങ്ങനെ കണ്ടാൽ സാരിയുടെ ഭംഗിയൊന്നും അറിയാൻ പറ്റത്തില്ല. സാരി ഉടുത്ത് കാണണം, എന്നാൽ മാത്രമേ സാരിയുടെ ഭംഗി അറിയാൻ പറ്റൂ. ഇങ്ങനെ വരും സാരിയുടെ ഒരു ലുക്ക്, ഇങ്ങനെ വരും. മുന്താണി ഇത് ബ്ലൗസ് പീസായി നിവർന്ന് കിടക്കുന്നത് കേട്ടോ. ഇതാണ് മുന്താണി പോർഷൻ. അങ്ങനെയാണ് സാരിയുടെ ഒരു വ്യൂ വരുന്നത്. ഇതിൻ്റെ കളറുള്ളിൽ ഫുള്ള് പ്ലെയിൻ ആയിട്ടും മുന്താണിയിൽ മാത്രം പോച്ചമ്പള്ളി ഡിസൈനുമായിട്ടാണ് ഈ സാരി വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 730 rupees കേട്ടോ. 730 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ സാരി. ഇതാണ് ആദ്യത്തെ സാരി. ഇനി ഞാൻ ഇതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട്, ആ കളറും കൂടെ കാണിച്ചു തരാം. സെക്കൻഡ് കളർ ഇതാണ് കേട്ടോ. അത് തന്നെയാണ് പാറ്റേൺ, കളർ മാത്രമാണ് ഇതിനകത്ത് ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. മുന്താണി പോർഷനായി കാണുന്നു, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും കസവിൻ്റെ ബോർഡർ വരും. ഉള്ളിൽ നല്ല പോച്ചമ്പള്ളിയുടെ ഡിസൈനും വരും. രണ്ട് സൈഡിലും ഈ ബോർഡർ പോർഷനിൽ മുകളിലും താഴെയായിട്ട് ആ ബോർഡറും വരും. ഈ കര രണ്ട് സൈഡിലും അതും വരും. ടാസൽസ് എല്ലാം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ കളർ വരുന്നത് മെറൂൺ കളറാണ് കേട്ടോ. സാരി ഒന്നും കൂടെ ഞാൻ നിവർത്തിയിട്ട് കാണിക്കാം. എന്താണ് ഈ പോർഷൻ ഇങ്ങനെ വരും. ഇതാണ് മുന്താണി വരുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ കളർ വരുന്നത് ഈ മെറൂൺ കളറാണ് വരുന്നത്. ബോഡി പാർട്ട് ഈ മെറൂൺ കളറിൽ വരും. പ്ലെയിൻ മെറൂണിനകത്ത് രണ്ട് സൈഡിലും ഈ കസവിൻ്റെ നല്ല ബോർഡറൊക്കെ ആയിട്ടാണ് ബോഡി പാർട്ട് വരുന്നത്. അങ്ങനെയാണ് ബോഡി പാർട്ട് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ ഈ പ്ലെയിൻ ആണ് കേട്ടോ. ബ്ലൗസാണ് ഇതിങ്ങനെ വിടർന്ന് പോകുമ്പോൾ ഇങ്ങനെ ബ്ലൗസാണ് ഇങ്ങനെ വിടർന്ന് കിടക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരിയുടെ ഓവറോൾ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് സെയിം ആണ്. ഇത് നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ. ഉള്ളിൽ വരുന്നത് നല്ലൊരു മെറൂൺ കളറും ബോർഡർ ഇങ്ങനെയും വരും. ഇങ്ങനെയാണ് ഈ സാരിയുടെ ഒരു വ്യൂ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നതും 730 rupees, 730 രൂപയാണ്. ഇനി ഇതിൻ്റെ ഒരു സാരിയും കൂടെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ പാറ്റേണിൽ കുറച്ച് വ്യത്യാസമുണ്ട്. റേറ്റ് സെയിം ആണ് കേട്ടോ. 730 തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ മുന്താണി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണി പാർട്ട് ഇങ്ങനെ വരും. ചെക്സിലാണ് വരുന്നത്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ചെക്കാണ് നോക്കുക. ഇതൊരു എന്താ പറയേണ്ടത്, ഒരു ഇരുണ്ട ഒരു ഗ്രീൻ എന്ന് നമുക്ക് പറയാം. ഗ്രീനായിട്ട് നമുക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അത്രയ്ക്കൊരു ഡാർക്കിൽ നിൽക്കുന്ന ഒരു ഗ്രീനാണ്. എന്നാൽ ബ്ലാക്ക് ഒട്ടല്ല താനും. അങ്ങനത്തെ ഒരു കളറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു കളറ് ഈ പോർഷനിൽ വരുന്ന. സൈഡിൽ വരുന്നത് ഒരു എന്താ പറയേണ്ടത് മൗ കളർ, ഒരു റസ്റ്റ് കളർ എന്നൊക്കെ പറഞ്ഞ് ഡാർക്ക് റസ്റ്റ് കളറിൽ അങ്ങനെയാണ് ഈ രണ്ട് സൈഡിലും ചെക്സ് വരുന്നത്. ഇങ്ങനെ വരും. രണ്ട് സൈഡിലും ബോർഡറുണ്ട്. ബോർഡറിൽ വേറൊരു ചെറിയ ഗ്രീനിൻ്റെ ഒരു എന്താ പറയേണ്ട ഔട്ട്ലൈനും കൂടെ കൊടുത്തിട്ടാണ് ആ ബോർഡറിനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മുന്താണി പാർട്ട്. ഇനി ഇതിൻ്റെ ബോഡി പാർട്ട് ചെക്സിൽ തന്നെയാണ്. ബോഡി പാർട്ട് ഇങ്ങനെ വരും. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നമുക്ക് കൊടുക്കാവുന്ന സാരിയാണ്. നല്ല ചെറിയ ചെറിയ ചെക്സാണ് നിറച്ച് വരുന്നത്. ക്ലോസർ വ്യൂ കണ്ടോളൂ. ഇത് ഇങ്ങനെ ഇരിക്കും. ചെക്കിലാണ് വരുന്നത്. ഇവിടെ ഈ എന്താ പറയേണ്ട ബോർഡറിനകത്തും ഈ ഒരു ലൈൻ പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ബോർഡറിൽ ഒരു കസവിൻ്റെ ബോർഡർ പോലെ വന്നിട്ട് അതിനകത്തും ഈ ഒരു ലൈറ്റ് ഗ്രീനോ എല്ലാം ഒരു സട്ടിൽ ലുക്കിലാണ് ഈ ബോർഡർ നിൽക്കുന്നത്. ഈ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു റസ്റ്റ് കളറാണ്. നല്ലൊരു എന്താ പറയണ്ടേ ക്ലാസി ലുക്കിൽ നിൽക്കുന്ന ഒരു സാരിയാണിത്. ഭംഗിക്കൊക്കെ നമുക്ക് ഉടുത്തോണ്ട് എവിടെ വേണമെങ്കിലും പോകാവുന്ന സാരിയാണ്. സാരിയുടെ ലുക്ക് വരും. ബോർഡർ
ഇങ്ങനെയാണ് സാരിയുടെയും ബോർഡറിൻ്റെയും കൂടെ ഒരു വ്യൂ വരുന്നത്. ഇതിൻ്റെയും റേറ്റ് സെയിം ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിനും ബ്ലൗസ് ഉണ്ട്. ബ്ലൗസാണ് ഇത്, ഈ റണ്ണിങ് ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. അതിങ്ങനെ ഈ ബ്ലൗസ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ നിവർത്തുമ്പം ബ്ലൗസ് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. സാരി കണ്ടല്ലോ എല്ലാവരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 730 റുപ്പീസാണ്. ഇനി വേറൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇതിനകത്തും ഈ പോച്ചമ്പള്ളി തന്നെയാണ്. ഇതെല്ലാം പോച്ചമ്പള്ളിയിൽ. ഇതിനകത്ത് പോച്ചമ്പള്ളി ഡിസൈൻ വരുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പം ആദ്യം കാണിച്ചതിൽ അതിൽ ചെക്സിലാണ് വരുന്നത്. അതിനകത്ത് ആ പോച്ചമ്പള്ളിയുടെ പ്രിൻ്റ് അത്ര ഇതായിട്ട് വരുന്നില്ല. ഈ സാരിക്കകത്ത് പോച്ചമ്പള്ളി പ്രിൻ്റ് കുറച്ചും കൂടെ എന്താ പറയേണ്ടത്, എൻഹാൻസ് ആയിട്ട് നിൽക്കുന്ന, കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സാരിയായി ഈ സാരി. ഇത് കണ്ടോളൂ. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് വരുന്നത്. അതിനകത്ത് ഇതാണ് ഡിസൈൻ വരുന്നത്. ഇത് മുന്താണിയുടെ ഡിസൈനായി വരുന്നത്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. രണ്ട് സൈഡിലും ഇതുപോലെ കസവിൻ്റെ ഗോൾഡൻ ആയിട്ടുള്ള ബോർഡർ വരും. ഉള്ളിൽ പോച്ചമ്പള്ളി ആ ഒരു മുന്താണിയിൽ ആ തുമ്പത്ത് വരുന്നിടത്ത് നല്ല പോച്ചമ്പള്ളിയുടെ ഡിസൈൻ വരും. ഇതൊരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ. പാരറ്റ് ഗ്രീനിനേക്കാൾ ലൈറ്റ്. ഇത് ചെറിയൊരു പാരറ്റ് ഗ്രീൻ എന്നൊക്കെ പറയാം. ഇത് ലൈറ്റ് ഗ്രീനിലാണ്. ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബോഡി പാർട്ട് വരുമ്പോൾ ഈ ഗ്രീനാണ് വരുന്നത്. ഡാർക്ക് ഗ്രീനാണ് വരുന്നത്. ബോഡി ഞാൻ നിവർത്തി കാണിക്കും, ഇപ്പുറ സൈഡ് കാണിക്കാം കേട്ടോ. മുന്താണി കണ്ടല്ലോ. ബോഡി പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ബോഡി പാർട്ടിൽ ഇത് ഈ ഇങ്ങനത്തെ ഒരു ഇക്കത്ത് ഡിസൈൻ പോലെ പോച്ചമ്പള്ളിയുടെ ഡിസൈൻ ഇങ്ങനെ ഫോളോ ചെയ്യും. അതാ ബോഡി വരുന്നത്. ബോഡി ഫുൾ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട്. ഈ ഒരു പ്രിന്റ് ഫുള്ള് ഫോളോ ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അല്ല കേട്ടോ. ഇതൊരു എന്താ പറയണ്ടേ, നല്ല ഡാർക്ക് ഒരു എന്താ പറയണ്ടേ, ചാണകപ്പച്ചയിലൊന്നും അല്ല. അതിലും ഒരു ഈ ബ്ലാക്കിലേക്ക് കലർന്ന് നിൽക്കുന്ന ഒരു ഗ്രീൻ എന്ന് പറയില്ലേ, കടന്ന് നിൽക്കുന്ന ഒരു ഗ്രീൻ എന്നൊക്കെ പറയില്ലേ. ഇതൊന്ന് ക്ലോസർ വ്യൂവിൽ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിൻ്റെ കളറ് കുറച്ചും കൂടെ മനസ്സിലാവാനത്. ഈ ഒരു ഗ്രീനാണ് വരുന്നത്. അതിനകത്ത് ഇങ്ങനെ ലൈൻ പാറ്റേണിൽ വിട്ട് ബോഡി ഫുള്ള് ഈ ഒരു പോച്ചപ്പള്ളി ഡിസൈൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. അങ്ങനെ ഒരു സാരി. ഇതിൻ്റെ ഫുൾ ബോഡിയിലും ഈ പോച്ചമ്പള്ളി ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ലൈൻ പാറ്റേണിൽ ബോഡി ഫുള്ള് ഇതിങ്ങനെ ഫോളോ ചെയ്ത് വരും. ബ്ലൗസ് വരുമ്പം ബ്ലൗസിനകത്ത് ആ ഡിസൈൻ വരുന്നില്ല. ബ്ലൗസിൽ മാത്രം പ്ലെയിൻ ആയിട്ട് രണ്ട് സൈഡിലും ബോർഡറായിട്ട്. കാരണം ബോഡി ഫുൾ ഇതുള്ളത് കൊണ്ട് ബ്ലൗസിൽ ഈ ലൈൻ പാറ്റേൺ വരുന്നില്ല. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇങ്ങനെ ഇത്രയും സാരികളാണ് ഇന്നുള്ളത്. ഇതെല്ലാം പോച്ചമ്പള്ളി സ്റ്റൈലിലുള്ള സാരികളാണ്. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 820 റുപ്പീസ് കേട്ടോ. ഇതിന് കുറച്ച് റേറ്റ് മറ്റേതിലും കുറച്ച് കൂടുതലുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ആ ബോഡി പാർട്ടിൽ മുഴുവനും ആ പോച്ചമ്പള്ളി ഡിസൈൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. വലിയ വ്യത്യാസമില്ല. ഒരു 70-80 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അതിന് ആ ഒരു ഉള്ളിൽ മുഴുവനും ആ പ്രിന്റ് വരുന്നത് കൊണ്ടാണ് ആ സാരിക്ക് ആ ഒരു വില വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതാണ് പോച്ചമ്പള്ളി ഡിസൈനുള്ള സാരികൾ. ഞാൻ സാരി എടുക്കുമ്പോൾ ഒരുപാട് എടുക്കാറില്ല. കാരണം ഏതാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ ആ മധുബനി സാരിയൊക്കെ കൊണ്ടുവന്നത് എല്ലാം പെട്ടെന്ന് പോയി കേട്ടോ. അതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ചില സാരികൾക്ക് അത്രയും ഇത് ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കൊണ്ടുവരാത്തത്. ഞാനൊരു 5 എണ്ണം അത്രയൊക്കെ കൊണ്ടുവരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ വീണ്ടും മധുബനി സാരി ഞാൻ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. കാരണം അതിന് നല്ല ഹ്യൂജ് ഡിമാൻഡായിരുന്നു. അത് പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെയൊക്കെ ഉള്ളവർ ചോദിച്ചപ്പോഴത്തേക്കും എല്ലാം തീർന്നു പോയി. അപ്പം ഞാനത് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാരികളും പോച്ചമ്പള്ളി സാരി ഞാൻ അതുകൊണ്ട് കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ നല്ലോണം എന്നും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നതാണ് ഈ സാരി എന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറിലേക്ക് ഫോട്ടോ എടുത്തിട്ട് സെൻഡ് ചെയ്തോളൂ. 4-5 സാരിയേ ഉള്ളൂ. വിലയും വളരെ കുറവാണ്. ഇതിൽ കുറഞ്ഞ വിലയ്ക്കൊന്നും നമുക്കൊരു സാരി എവിടെ നിന്ന് കിട്ടൂല. നമുക്കറിയാമല്ലോ, നമുക്ക് കടയിലൊക്കെ പോയി ചോദിച്ചാൽ അതിന് 1000-1200 എന്നൊക്കെ ഒരു വില പറയും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തോളുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കട്ട സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി എന്നും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് 2K ആകുമ്പോൾ, അതായത് 2000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അടുത്ത ഒരു ഗീവ് അവേ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഒരാൾക്ക് ഓൾറെഡി കൊടുത്തു, അത് ഞാൻ കാണിച്ചല്ലോ. അവർക്ക് കുർത്തി ഞാൻ അയച്ചു കൊടുത്തു, കിട്ടി, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പുള്ളിക്കാരി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക്.
വലിയ ഹാപ്പിയായി. അപ്പോൾ അത് ഇനിയിപ്പോൾ അടുത്ത ആൾക്ക് നമുക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പം അടുത്ത ഗീവ് അവേ ഉണ്ടാവും. ആരും എന്താണ് ചിലർ വീഡിയോ എന്താണ് കമൻറ്റ് ഇടാനുള്ള മൂഡ് പോയി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഇപ്പം എല്ലാവർക്കും സമ്മാനം കിട്ടത്തില്ലല്ലോ. നമ്മൾ അത് നമുക്ക് എല്ലാവർക്കും മാറി മാറി കിട്ടും. പക്ഷേ കാരണം കമൻറ്റ് ഇടുന്നവരെ ഏകദേശം സെയിം എനിക്കറിയാം. അപ്പം നമുക്ക് മാറി മാറി ഒരു പ്രാവശ്യം കിട്ടുന്നവരെ ഞാൻ മാറ്റും. അപ്പം പിന്നെ അടുത്ത പ്രാവശ്യം അടുത്തയാൾക്ക് കിട്ടും. പിന്നെ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് കൊടുപ്പോൾ വീണ്ടും ഇടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നും എന്നോട് കൂടെ ഉണ്ടാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ബൈ.